ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ഇനി റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഇല്ല. ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയിപ്പം ഫിറ്റ്നസ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വർക്കൗട്ട്സ്, ഇപ്പം ജിമ്മിൽ പോകാത്തതുകൊണ്ടാണ് വർക്കൗട്ട് വീഡിയോസ് ഒന്നും ഇടാത്തത്. അല്ലെങ്കിൽ വർക്കൗട്ട് വീഡിയോസ് ഉറപ്പായിട്ട് ഇട്ടേനെ. അതുപോലെ തന്നെ ടിപ്സുകൾ, അതുപോലെ തന്നെ ഫിറ്റ്നസ് ബേസ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഒക്കെയാണ് ഇടുന്നത്. റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഇല്ല. റിയാക്ഷൻ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്ത്, കാരണം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി കൂടുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന എനിക്കിഷ്ടമല്ല, എന്നോട് താല്പര്യമില്ല. അപ്പം ഓൺ കണ്ടൻറ്റുമായിട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് കാലിസ്തെനിക്സിനെ പറ്റിയിട്ടാണ്. മിക്കുള്ള ആൾക്കാർക്കും കാലിസ്തെനിക്സ് എന്താണെന്ന് അറിയത്തില്ല. അതുപോലെ ഇത് കാലിസ്തെനിക്സ് ചെയ്യുന്നത് കൊണ്ടിട്ടുള്ള ഗുണങ്ങൾ അറിയത്തില്ല. കാലിസ്തെനിക്സ് മിക്കുള്ള ആൾക്കാരെയും ഡൗട്ട്സാണ്. കാലിസ്തെനിക്സ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഡൗട്ട്സാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം എന്താണ് കാലിസ്തെനിക്സ് എന്ന് പറഞ്ഞാൽ, കുറച്ച് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പുള്ളപ്പ് ബാർ അല്ലെങ്കിൽ ഡിപ്പിംഗ് ബാർ, ഇങ്ങനെ കുറച്ച് ബാറുകളും അങ്ങനെ അല്ലറ ചില്ലറ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ബോഡി വെയ്റ്റിനനുസരിച്ച് ബോഡി വെയ്റ്റ് കൊണ്ടിട്ട് നമ്മൾ ചെയ്യുന്നൊരു എക്സസൈസിനെയാണ് കാലിസ്തെനിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ്സും ഇല്ലാതെ നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പം ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ട്രെങ്ത് കൂട്ടുക, എൻഡുറൻസ് കൊണ്ടുവരിക. അതൊക്കെയാണ് മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോഡി വെയ്റ്റ് എക്സസൈസിനെയും അതുപോലെ ഫങ്ഷണൽ മൂവ്മെൻറ്റ്സിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ ബോഡി സ്ട്രെങ്ത് കൂട്ടി ഫ്ലെക്സിബിൾ ആക്കുക, എൻഡുറൻസ് കൊണ്ടുവരിക. ഇതിനെയൊക്കെയാണ് ഇത് കാലിസ്തെനിക്സ് കൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ കാലിസ്തെനിക്സിനകത്ത് എന്തൊക്കെ എക്സസൈസുകളാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഷപ്പ് ചെയ്യും, പുള്ളപ്സ് ചെയ്യും, അതുപോലെ സ്ക്വാട്ട്സ് ചെയ്യും, ലഞ്ചസ് ചെയ്യും, അതുപോലെ പ്ലാങ്ക്, ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ കാലിസ്തെനിക്സ് കൊണ്ടിട്ട്. ഇപ്പം ഇത് നമ്മളെ ഓവറോൾ ബോഡിയെ വർക്കൗട്ട് ചെയ്യുവാണ്. ഓവറോൾ ബോഡി എല്ലാ പാർട്സും നമ്മളെ ബോഡി ഫുള്ള് ഇതിനകത്ത് വർക്കാവും. ഇതുകൊണ്ടിട്ട് നല്ലൊരു ബോഡി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പുഷപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ചെസ്റ്റിന് പോകുന്നുണ്ട് പുഷപ്പ്, ചെസ്റ്റിന് ചെയ്യാം, ട്രൈസെപ്സിന് ചെയ്യാം, ഷോൾഡറിന് ചെയ്യാം. അതുപോലെ പുള്ളപ്സ് ചെയ്യുന്നത് ഷോൾഡറിന് ചെയ്യാം, ലാറ്റിന് ചെയ്യാം. അതുപോലെ പ്ലാങ്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ പോസ്ചർ കറക്റ്റ് ആവും. അപ്പം ഇതുപോലെ സ്ക്വാട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ലെഗിന് വർക്കാവും. അതുപോലെ നമ്മളെ കോർ മസിൽസും അതുപോലെ അങ്ങനെയുള്ളതൊക്കെ അതിനൊക്കെ ബെനിഫിറ്റാണ്. അപ്പം ഇത് കൊണ്ടിട്ട് നമ്മളെ ബോഡി സെറ്റാക്കാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇത് കൊണ്ടിട്ട് നമുക്ക് ബോഡി ബിൽഡിങ് ചെയ്യാൻ പറ്റുമോ, ഈ കാലിസ്തെനിക്സ് കൊണ്ടിട്ട് ബോഡി ബിൽഡിങ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് മിക്കുള്ള ആൾക്കാരെയും ഡൗട്ട്സാണ്. അപ്പം ഈ കാലിസ്തെനിക്സ് കൊണ്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ഇപ്പം ഇത്രയും വർക്കൗട്ടുകൾ, നമ്മൾ ഇത്രയും എക്സസൈസുകൾ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മളെ ബോഡി സെറ്റ് ആവുകയാണ്. അതുപോലെ അവിടെ എൻഡുറൻസും സ്റ്റാമിനയും സ്ട്രെങ്തും കൂടുവാണ് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടിട്ട്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബോഡി ബിൽഡിംഗ് ആണ്, ഈ കാലിസ്തെനിക്സിലൂടെ നിങ്ങളൊരു ബോഡി ബിൽഡിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോഗ്രസീവ് ഓവർലോഡ് കൊണ്ടുവരിക. പ്രോഗ്രസീവ് ഓവർലോഡാണ് മെയിൻ അതിനകത്ത്. അപ്പോൾ ഈ കാലിസ്തെനിക്സ് കൊണ്ടിട്ട് നിങ്ങൾക്കൊരു ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ നല്ലൊരു ബോഡിയാണ് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന്, പ്രോഗ്രസീവ് ഓവർലോഡ് കൊണ്ടുവരിക. അതിനകത്ത് സെറ്റ്സ് കൂട്ടി റെപ്സ് കൂട്ടുക, അതുപോലെ സ്ലോ പ്രോഗ്രസ്സിൽ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ആയിട്ട് റെഗുലറായിട്ട് നിങ്ങൾ ചെയ്യുക. ഇന്നിപ്പം 2 ദിവസം ചെയ്തിട്ട് അടുത്തൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാതിരിക്കുക കേട്ടോ. ആഴ്ചയിൽ അതൊരു 3-4 വട്ടമെങ്കിലും നിങ്ങൾ റെഗുലറായിട്ട് കാലിസ്തെനിക്സ് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഫോമൊക്കെ കറക്റ്റ് ചെയ്ത് ചെയ്യുക. പ്രോപ്പർ ഫോമിൽ വേണം നിങ്ങൾ ചെയ്യാൻ. പ്രോപ്പർ ഫോമും ടെക്നിക്സും ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബോഡി ബിൽഡിങ്ങിലോട്ട് പോകാൻ പറ്റും. കാലിസ്തെനിക്സ് കൊണ്ട് നല്ലൊരു ബോഡി സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കാലിസ്തെനിക്സ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പം മിക്കുള്ള ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല. ഇപ്പോൾ സിമ്പിളാണല്ലോ. എന്താണ് കാലിസ്തെനിക്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാലിസ്തെനിക്സ് കൊണ്ടിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തൊക്കെ എക്സസൈസുകളാണ് കാലിസ്തെനിക്സിനകത്ത് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സിമ്പിൾ കാര്യമാണ്. മിക്കുള്ള ആൾക്കാർ വിചാരിക്കുന്ന കാലിസ്തെനിക്സ് ഏതോ വലിയ സംഭവമാണെന്നാണ്. പക്ഷേ ചെയ്യുമ്പം ഇച്ചിരി ഹാർഡാണ്. സ്റ്റാർട്ടിങ്ങിലേക്ക് തുടങ്ങുന്ന സമയത്ത് ഇച്ചിരി ഹാർഡാണ്. കാരണം എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ഹാർഡ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതിനകത്ത് എക്യുപ്മെൻറ്റ്സ് വേണ്ട, നമുക്ക് പൈസ ലാഭിക്കാം. ഇപ്പം എക്യുപ്മെൻറ്റ്സ് വേണ്ട, അതുപോലെ ജിമ്മിൽ പോകണ്ട, നമ്മൾ വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളെ സമയം ലാഭിക്കാം. അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട് കാലിസ്തനിക്സ് കൊണ്ടിട്ട്. ഇപ്പം നമുക്ക് സമയം കിട്ടുന്ന, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ബിസി ആണെങ്കിൽ ആ ഒരു ദിവസം എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സുകളും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് മേടിക്കാനായിട്ട് നിങ്ങൾ പോകേണ്ട കാര്യമില്ല, ജിമ്മിൽ പോയി ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം എക്യുപ്മെൻറ്റ്സും കൊണ്ട് ചെയ്യാം, എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെയും ചെയ്യാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ നിങ്ങൾ കാലിസ്തനിക്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോ ആണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ്റ്റി ടിപ്സ് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെക്കുക. സേഫ്റ്റി ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാലിസ്തനിക്സ് ചെയ്യുന്നതിന് മുമ്പേ സ്റ്റാർട്ടിങ്ങും അതുപോലെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും വാമപ്പ് ചെയ്യണം, ബോഡി സ്ട്രെച്ച് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാവും, റിക്കവറി ആവത്തില്ല. ഇഞ്ചുറീസ് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും വാമപ്പ് ചെയ്യണം. കാലിസ്തനിക്സ് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷവും നിങ്ങൾ ഉറപ്പായിട്ടും വാമപ്പ് ചെയ്തിരിക്കണം. അതുപോലെ റെസ്റ്റ്, പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് നിങ്ങൾ കൊടുത്തിരിക്കണം. ഇത് ചെയ്യുന്ന ആൾക്കാർ 8-9 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം, നല്ലോണം വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ ഒരു ബിഗിനർ ആയിക്കോട്ടെ, ഇപ്പം മിക്കുള്ള ആൾക്കാരും ഇത് അറിയാതെയാണ് ഇത് ട്രെയിൻ ചെയ്യുന്ന. വീക്കിലി ആഴ്ചയിൽ എത്ര ദിവസം ട്രെയിൻ ചെയ്യണമെന്ന് പോലും ഇതിനെ പറ്റിയിട്ട് ഒരാൾക്കാർക്കും അറിയത്തില്ല. ഒരു ബിഗിനർ ആണെങ്കിൽ ആഴ്ചയിൽ നിങ്ങളൊരു 3 ദിവസമെങ്കിലും റെസ്റ്റ് കൊടുക്കണം. വീക്കിലി 3 ദിവസം റെസ്റ്റ് കൊടുക്കണം. കാലിസ്തനിക്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ ബോഡിക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കണം. അതുപോലെ ഒരു അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിൽ 1 ദിവസം റെസ്റ്റ് കൊടുക്കുക. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കാലിസ്തനിക്സ് ചെയ്യാനും. അതിലോട്ട് ആദ്യമായിട്ട് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പം നമ്മൾ കാലിസ്തനിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മളെ സ്ട്രെങ്ത് കൂട്ടുക, ബോഡി ഫ്ലെക്സിബിൾ ആക്കുക, അതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ഹെവി ഹാർഡായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ ബോഡിക്ക് റിക്കവറിങ് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഒരു ബിഗിനർ, ഒരു ഇൻ്റർമീഡിയറ്റ്, അതുപോലെ ഒരു അഡ്വാൻസ്, ഈ 3 ലെവലിൽ നിൽക്കുന്ന ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ആ 3 ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അനുസരിച്ചുള്ള റെസ്റ്റ് ബോഡിയിൽ കൊടുക്കണം, അതനുസരിച്ചുള്ള ട്രെയിനിങ് ബോഡിയിൽ കൊടുക്കാവൂ, അതനുസരിച്ചുള്ള ന്യൂട്രീഷൻസും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാലിസ്തനിക്സിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാലിസ്തനിക്സ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. കാലിസ്തനിക്സ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ